Welcome to Arcade Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 21. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇക്കാര്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവന്റെ സുഹൃത്തുക്കളായതുകൊണ്ടാ. അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ മാധവി സർവമതന്റെ നേരെ തിരിഞ്ഞു. അവൻ കൂടി ഇടപെട്ട ഈ കേസിലെ ആൾക്കാരാ അവനെ കുടുക്കിയിരിക്കുന്നതെങ്കിൽ താങ്കൾ അവനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി എത്ര പൈസ വേണേലും ചെലവാക്കാൻ ഞാൻ തയ്യാറാ. അവർ പറഞ്ഞത് കേട്ട് മദനൻ മറുപടിയൊന്നും പറയാതെ ചിരിച്ചതേയുള്ളൂ. നിങ്ങൾ ഇപ്പോ പറഞ്ഞ ശ്രീവാസ്തവ ജഗത്തിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നേര് തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? ഒരുപക്ഷെ അയാൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെങ്കിലോ? നോ മിസ്റ്റർ മദനൻ, അയാൾ പറഞ്ഞ ദിവസങ്ങളിൽ അവൻ ഹോസ്പിറ്റലിൽ വന്ന് പോയിട്ടുണ്ട്, അതും ഞാൻ അറിയാതെ. CCTV വിഷ്വൽസില് ജഗത്ത് എവിടെ വന്നതായിട്ട് കണ്ടിരുന്നോ? ഇല്ല, അന്നേ ദിവസമുള്ള വിഷ്വൽസ് എല്ലാം ഹാർഡ് ഡിസ്കിൽ നിന്നും കളഞ്ഞതായിട്ടാ കാണുന്നേ. പക്ഷെ അഡ്മിൻ സെക്ഷനിലുള്ളവര് അന്ന് വൈകുന്നേരം അവനെ കണ്ടിട്ടുണ്ട്. അവർ പോകാൻ ഇറങ്ങുമ്പോൾ അവൻ ഓഫീസിലേക്ക് വന്നിരുന്നുവെന്ന് അവരും പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ജഗത്ത് വലിയൊരു ടീമിന്റെ കയ്യിലാണ് അകപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. അതും പറഞ്ഞിട്ട് മദൻ എഴുന്നേറ്റു. ജഗത്തിന്റെ അമ്മയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ശ്രാവണിയും ദിനൂപും പുള്ളിക്കാരനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. മിലിയുടെ ഫ്രണ്ട് സനികയുടെ മിട്ടുവിനെയും ടിനുവിനെയും എത്രയും പെട്ടെന്ന് നമുക്കിവിടെ എത്തിക്കണം. അന്ന് രാത്രി ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സർവമദനൻ പറഞ്ഞത് കേട്ട് ശ്രാവണി ആശ്ചര്യം നിറഞ്ഞ ഭാവത്തോടെ അയാളെ നോക്കി. സാറ് അക്കാര്യം ഹോസ്പിറ്റലിൽ വെച്ച് സനികയോട് സീരിയസ് ആയിട്ട് പറഞ്ഞതായിരുന്നോ? ശ്രാവണി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ മദനൻ കയ്യിലിരുന്ന നൈഫും ഫോർക്കും പ്ലേറ്റിലേക്ക് വെച്ചു. ഞാൻ അങ്ങനെ തമാശ പറയാറില്ല മിസ് ശ്രാവണി. ഓരോ കാര്യങ്ങളും വ്യക്തമായി ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമാ പറയാറുള്ളത്. സോറി സർ. എത്രയും പെട്ടെന്ന് അത് ഏർപ്പാട് ചെയ്യാം സർ. ദിനൂപും കൂടി പറഞ്ഞതോടെ തൃപ്തിയായ മട്ടിൽ സർവമദനൻ വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങി. സർ, എന്താ സാറിന്റെ പ്ലാൻ? സക്സസ് ആകുമോ എന്നറിയില്ല, എങ്കിലും നമുക്ക് ആ പെറ്റ്സിനെ വെച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ സാർ, ഞാൻ പറഞ്ഞല്ലോ, പോലീസ് നായകൾ വിചാരിച്ചിട്ടും അവരുടെ ലൊക്കേഷൻ കാർഡിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സി മിസ് ശ്രാവണി, പോലീസുകാരുടെ രീതിയല്ല എന്റേത്. നമ്മൾ ഇത്രയും ആളുകളോട് സംസാരിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ജഗത്തിന് ആ ബ്ലാക്ക് മാജിക്കുമായിട്ട് എന്തോ ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ദിനൂപ് തന്റെ ഉള്ളിൽ തോന്നിയ സംശയം പ്രകടിപ്പിച്ചപ്പോ ശ്രാവണി നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. എക്സാക്ട്ലി അത് തന്നെയാ എന്റെ ഉള്ളിലെ സംശയം. അന്ന് ആ ബുക്ക് കണ്ടതിൽ നിന്നും മറ്റൊരു സംശയം കൂടി എനിക്കുണ്ട്. ശ്രാവണിയും ദിനൂപും ഭക്ഷണം കഴിക്കൽ നിർത്തി അങ്ങേരെ ശ്രദ്ധിച്ചു. റഷ്യൻ വംശജരുടേതായ ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുള്ളവരാണോ ആ കൂട്ടരെന്നും എനിക്ക് സംശയമുണ്ട്. അന്ന് ജഗത്തിന്റെ വീട്ടിൽ വെച്ച് ആ ബുക്ക് കണ്ടപ്പോൾ തോന്നിയ സംശയമാ. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച അമാവാസി ദിവസം അവരുടെ പ്രാർത്ഥനകളോ ചടങ്ങുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ കാട്ടിൽ എന്തെങ്കിലും ചലനങ്ങൾ കാണാതിരിക്കുകയില്ല. ആ റോഡ് വൈലറുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. താൻ പറഞ്ഞത് അവർക്ക് പൂർണ്ണമായും മനസ്സിലായോ എന്നറിയാൻ സംസാരം നിർത്തിയിട്ട് മദനൻ ശ്രാവണിയെയും ദിനുവിനെയും നോക്കി. കാര്യം മനസ്സിലായതുപോലെ അവരിരുവരും തല കുലുക്കി. ഗുഡ്, എങ്കിലേ ആ മിട്ടുവിനെയും ടിനുവിനെയും എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. അതും പറഞ്ഞിട്ട് മദനൻ എഴുന്നേറ്റ് വാഷ്റൂമിന് നേർക്ക് നടന്നു. വിചാരിച്ചതുപോലെ എല്ലാം നടന്നാ മതിയായിരുന്നു. അയാൾ പോയ വഴിയെ നോക്കി നെടുവീർപ്പോടെ പറയുന്നവരുടെ കയ്യിൽ ആശ്വസിപ്പിക്കാനെന്നോണം ദിനൂപ് മെല്ലെ ഒന്ന് തട്ടി. ശനിയാഴ്ച രാത്രി അമാവാസി ആയിരുന്നതുകൊണ്ട് തന്നെ കാട് തുടങ്ങുന്ന പരിസരം പോലും കനത്ത ഇരുട്ടിൽ മൂങ്ങി നിൽക്കുകയായിരുന്നു. മിട്ടുവിന്റെയും ടിനുവിന്റെയും തുടലുകളും പിടിച്ച് ഇരുട്ടിൽ നിൽക്കുന്ന സർവ്വം തന്നെ ജീപ്പിൽ ഇരുന്നു കൊണ്ട് സനിക അപ്പോഴും ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു. പുറത്തുള്ള ആരോടും അടുക്കാത്ത മിട്ടുവിനെയും ടിനുവിനെയും അയാൾ എപ്രകാരമാണ് പെട്ടെന്ന് മെരുക്കിയതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. ആദ്യം കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന് അയാളെ നോക്കി അവറ്റകൾ രണ്ടുമൂന്നും മുരണ്ടെങ്കിലും പോക്കറ്റിൽ നിന്നും കുറച്ച് ബിസ്ക്കറ്റുകൾ എടുത്ത് നീട്ടി അവയെ അയാൾ മെരുക്കിയത് പെട്ടെന്നായിരുന്നു. നല്ലൊരു ഡോഗ് ട്രെയിനർ കൂടിയാണ് അയാളെന്ന് അവൾക്ക് തോന്നി. 4 വീൽ ഡ്രൈവായ താർ ജീപ്പിൽ ഡ്രൈവറുടെ സീറ്റിലിരുന്ന തനയ മദനന്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കോ ഡ്രൈവർ സീറ്റിൽ അങ്കിത്തും പിന്നിൽ ദിനൂപും ശ്രാവണിയും സനികയും ഉത്കണ്ഠയോടെ കാത്തിരുന്നു.
ഇങ്ങോട്ട് പുറപ്പെടും മുന്നേ നിഷ്ഠിയെ പൂട്ടിയിട്ടിരുന്ന മുറിയിലായിരുന്നു മദനൻ മിട്ടുവിനെയും ടിനുവിനെയും കയറ്റി മണം പിടിപ്പിച്ചത്. ഇത്രയും നാളുകൾക്ക് ശേഷം അവറ്റകൾക്ക് ആ മണം പിടിച്ച് കാടിനുള്ളിൽ കഴിയുന്ന നിഷ്ഠിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന സംശയം ദിനൂപിനും ശ്രാവണിക്കും ഉണ്ടായിരുന്നു. കാട്ടിൽ നിഷ്ഠി ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ ഇത്തരത്തിലൊരു നീക്കം അനാവശ്യമല്ലേ എന്നായിരുന്നു സനിക ചിന്തിച്ചത്. അവരെല്ലാം അവരുടേതായ സംശയങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനിടയിലാണ് സർവ്വമദനൻ വായിൽ വിരൽ വെച്ച് വിസലടിച്ചത്. അതോടൊപ്പം തന്നെ അയാൾ നായ്ക്കളുടെ തൊഴിലുകൾ അഴിക്കുകയും ചെയ്തു. അയാളെ നോക്കിയൊന്ന് വാലാട്ടിയതിനു ശേഷം അവ രണ്ടും കാടിനുള്ളിലേക്ക് കുതിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ഹീറോയുടെ എക്സ്പ്രസ് 200 ഓഫ് റോഡ് ബൈക്കിലേക്ക് കയറിയിരുന്ന മദനൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നിരപ്പിച്ചു. ബൈക്കിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നും തെളിഞ്ഞ വെളിച്ചം മുന്നിലെ ഇരുട്ടിലേക്ക് തുളഞ്ഞു കയറി. അടിയിൽ നിന്നും മണ്ണ് തെറിപ്പിച്ചുകൊണ്ട് ആ ബൈക്ക് ഇരുട്ടിനെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് ഊളിയിട്ടു. തൊട്ടു പിന്നാലെ കാടിനുള്ളിലേക്ക് പോകുന്ന ചെറുവഴിയിൽ കൂടി തനയ ജീപ്പ് മുന്നോട്ടെടുത്തു. ഇരുണ്ട കാടിനുള്ളിലെ നിശബ്ദതയെ പിളർന്നുകൊണ്ട് ബൈക്കിന്റെയും താറിന്റെയും ശബ്ദം പ്രകമ്പനം കൊണ്ടു. മുന്നിലേക്ക് തെളിഞ്ഞ വെളിച്ചത്തിൽ അല്പം മുന്നിലായി പോകുന്ന ബൈക്കും അതിനു മുന്നിൽ അതിവേഗത്തിൽ ഓടുന്ന റോഡ് വൈലറുകളെയും ശ്രാവണി കണ്ടു. കുറെ ദൂരം മുന്നോട്ടു പോയതും ആ കാട്ടുപാത അവസാനിച്ചു. അവിടെ നിന്ന് മുന്നിലേക്ക് വലിയൊരു പുൽമേടായിരുന്നു. ഏകദേശം ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് മുന്നിൽ റോഡ് വൈലറുകൾ നാക്ക് നീട്ടി കിതച്ചുകൊണ്ട് നിന്നു. ബൈക്ക് ഒതുക്കി നിർത്തിയ മദനൻ അതിൽ നിന്നും ഇറങ്ങുമ്പോൾ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ ജീപ്പിന്റെ സീറ്റിനടിയിൽ നിന്നും നീളമുള്ളൊരു വാളും തോക്കുകളും വലിച്ചെടുക്കുകയായിരുന്നു തനയ. മിട്ടുവും ടിനുവും ആ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് നേരെ നോക്കി കുരയ്ക്കുവാൻ തുടങ്ങി. തലയിലൊരു ലൈറ്റും പിടിപ്പിച്ച് തനയുടെ കയ്യിൽ നിന്നും നീളമുള്ള വാളും വാങ്ങി മദനനാണ് മുന്നിൽ നിന്നത്. ആ പുൽമേടിനിടയിലേക്ക് കയറാൻ സനികയ്ക്ക് അല്പം ഭയമുണ്ടായിരുന്നെങ്കിലും ബാഗിൽ നിന്നും ഓരോ കൈത്തോക്കുകൾ വലിച്ചെടുത്തുകൊണ്ട് ശ്രാവണിയും ദിനൂപും വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയതോടെ അവളും പുറത്തേക്കിറങ്ങി. മിട്ടുവും ടിനുവും അവളുടെ അടുത്ത് വന്ന് വാലാട്ടി നിന്നു. മദനന്റെ തലയിൽ പിടിപ്പിച്ചിരുന്ന ലൈറ്റിൽ നിന്നും തനയുടെയും അങ്കിത്തിന്റെയും കയ്യിലുണ്ടായിരുന്ന ശക്തിയുടെ ടോർച്ചുകളിൽ നിന്നും തെളിഞ്ഞ വെളിച്ചത്തിൽ വളർന്നു നിൽക്കുന്ന ആ പുല്ലുകളുടെ ചില ഭാഗങ്ങളിൽ ആരൊക്കെയോ കടന്നുപോയതുപോലെ ചാഞ്ഞും ചരിഞ്ഞും നിരതെറ്റി കാണപ്പെട്ടു. സർവ്വമദനൻ കൈഞ്ഞൊടിച്ചതും മിട്ടുവും ടിനുവും സനികയുടെ അടുത്തു നിന്നും അയാൾ കരികിലേക്ക് ചെന്ന് വാലാട്ടിക്കൊണ്ടു നിന്നു. ഞങ്ങളോടൊപ്പം വരാൻ ഭയമുണ്ടോ? ശ്രാവണിയുടെ ചോദ്യത്തിന് ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ കറുത്തിരുണ്ട് നിൽക്കുന്ന പുൽക്കൂട്ടത്തിലേക്ക് നോക്കി. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുപോലെ മദനൻ കയ്യിലിരുന്ന വാളുകൊണ്ട് പുല്ല് വെട്ടിമാറ്റി മുന്നോട്ട് കാൽവെച്ചു. അയാൾക്ക് മുന്നിൽ മിട്ടുവും ടിനുവും മണം പിടിച്ച് വഴികാട്ടിക്കൊണ്ട് നടന്നു. മദനനു പിന്നാലെ തനയെയും അങ്കിത്തും പുല്ലുകൾക്കിടയിലേക്ക് കയറി. അതിനു പിറകിൽ സനികയെ നടത്തിയിട്ട് ഏറ്റവും പിന്നിലായി ശ്രാവണിയും ദിനൂപും ചുറ്റിനും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ചീവീടുകളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്ന ആ പുല്ലുകൾക്കിടയിൽ നിന്നും ഏതെങ്കിലും ഒരു വന്യമൃഗം എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാമെന്ന ഭയത്തോടെയാണ് സനിക ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചത്. മദനന് മുന്നിൽ നടക്കുന്ന മിട്ടുവും ടിനുവും അസ്വാഭാവികമായ പെരുമാറ്റങ്ങളൊന്നുമില്ലാതെ മണം പിടിച്ച് മുന്നോട്ട് നടക്കുന്നത് മാത്രമായിരുന്നു അവളുടെ ഏക ആശ്വാസം. മഴ പെയ്യാൻ പോകുന്നതിന്റെ മുന്നോടിയെന്നോണം അന്തരീക്ഷത്തിൽ മിന്നൽ പിണരുകൾ തെളിയാൻ തുടങ്ങി. അതോടൊപ്പം ചെറുമുഴക്കത്തോടെ ഇടിയും തുടങ്ങി. കയ്യിലിരുന്ന നീളമേറിയ വാളുകൊണ്ട് മുന്നിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ വെട്ടി വീഴ്ത്തി മദനൻ വഴിയൊരുക്കിക്കൊണ്ടിരുന്നു. വളർന്നു പന്തലിച്ചു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ കൂടെ ടോർച്ചുകളുടെ വെളിച്ചം ഏറെ അധികമൊന്നും മുന്നോട്ടു പോകാതെ നിന്നു. കുറെ ദൂരം അപ്രകാരം മുന്നോട്ടു പോയതും പെട്ടെന്നാണ് എന്തോ മണം കിട്ടിയതുപോലെ ടിനുവും മിട്ടുവും ഉരുളാൻ തുടങ്ങിയത്. തലയിൽ കത്തി നിന്നിരുന്ന ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം സർവ്വമദനൻ തിരിഞ്ഞ് തനയോടും അങ്കിത്തിനോടും ടോർച്ചുകൾ ഓഫ് ചെയ്യാൻ പറഞ്ഞു. വെളിച്ചം അണഞ്ഞതോടെ ഇരുട്ടവരെ പൊതിഞ്ഞു. എന്തോ ആംഗ്യത്തിലൂടെ മദനൻ പട്ടികളെ നിശബ്ദരാക്കി. മുന്നിലെ പുല്ല് വകഞ്ഞു മാറ്റി അയാൾ മുന്നോട്ട് നോക്കി. കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് മുന്നോട്ടുള്ള കാഴ്ചയെ മറച്ചു. വീണ്ടും തെളിഞ്ഞ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അകലെയായി പുല്ലുകൾക്കും മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ട് അവർ കണ്ടു. അതിനു മുകളിൽ ഇരിക്കുന്ന ആരുടെ ഒരു നിഴൽ രൂപവും അവ്യക്തമായി തെളിഞ്ഞു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് സനിക ചുറ്റുമുള്ളവരെ നോക്കി. ശ്രാവണിയും ദിനൂപും ഒഴിച്ച് ബാക്കി 3 പേരും വലിയ പിരിമുറുക്കമൊന്നുമില്ലാതെയാണ് നിൽക്കുന്നത്. അവളെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതോടൊപ്പം ഭൂമിയെ നടുക്കിക്കൊണ്ട് ഇടിമുഴങ്ങി. പാറപ്പുറത്തിരിക്കുന്ന ആ രൂപം ഒരിക്കൽ കൂടി വ്യക്തമായി അവർ കണ്ടു. മദനൻ താഴേക്ക് കുനിഞ്ഞ് മിട്ടുവിനോടും ടിനുവിനോടും മന്ത്രിച്ചു, ക്യാച്ച്. അയാളുടെ ആജ്ഞ കേൾക്കേണ്ട താമസം അവ രണ്ടും പുല്ലുകളെ ഇളക്കി മറിച്ചുകൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു. മദനനും അങ്കിത്തും തനയെയും മുന്നോട്ട് കുതിച്ചപ്പോ അവർക്കൊപ്പം എത്താൻ മറ്റു 3 പേരും പാടുപെട്ടു. ഇടയ്ക്ക് തെളിയുന്ന മിന്നൽ വെളിച്ചത്തിൽ മുന്നിൽ ഉലയുന്ന പുല്ലുകളുടെ ദിശ ലക്ഷ്യമാക്കി അവരോടി. അല്പം മുന്നിലായി മിട്ടുവിന്റെയും ടിനുവിന്റെയും കുര അവർ കേട്ടു. ഉയർന്നു നിൽക്കുന്ന ആ പാറക്കെട്ടുകൾക്ക് മുന്നിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും അവറ്റകൾ രണ്ടും പാറക്കെട്ടിന് മുകളിലേക്ക് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് അവർ കണ്ടത്.
പാറക്കെട്ടിന് മുകളിലുള്ള ആ രൂപം എഴുന്നേറ്റ് നിൽക്കുന്നതും അവർ കണ്ടു. വീശിയടിച്ച കാറ്റിനോടൊപ്പം തെളിഞ്ഞ മിന്നലിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളുമായി മുകളിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മദനനും അങ്കിത്തും തനയെയും താഴെയായി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൈകളിലുണ്ടായിരുന്ന ടോർച്ചുകൾ ആ സ്ത്രീയെ ലക്ഷ്യമാക്കി തെളിഞ്ഞു. നിഷ്ടി. തനയയുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് തൊട്ടടുത്ത് നിന്നിരുന്ന ശ്രാവണിയും ദിനൂപും സനികയും വ്യക്തമായി കേട്ടു. തന്നെ കടിച്ചു കുടയാനൊന്നോണം മുകളിലേക്ക് കയറി വരുന്ന നായ്കളെയും താഴെ നിൽക്കുന്നവരെയും കണ്ടിട്ടും അവൾ അക്ഷോഭ്യയായി ആ പാറക്കെട്ടിന് മുകളിൽ തന്നെ നിന്നു. അഴിഞ്ഞു കിടന്നിരുന്ന മുടി മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചിട്ട് അവൾ തനിക്ക് നേരെ കുരച്ചുകൊണ്ട് അടുത്ത റോട്ട് വൈലറുകൾക്ക് നേരെ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു. മനുഷ്യനേത്രങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത എന്തോ ഒന്ന് കണ്ടു ഭയന്നതുപോലെ മിട്ടുണ്ടിനുവും അവയുടെ വാലുകൾ പിൻകാലുകൾക്കിടയിലേക്കാക്കി മോങ്ങിക്കൊണ്ട് തിരിഞ്ഞോടുന്നത് വിശ്വസിക്കുവാനാവാതെ സനിക നോക്കി നിന്നു. സർവമദനൻ തനിക്ക് പിന്നിൽ നിൽക്കുന്നവരെ തിരിഞ്ഞു നോക്കി. ബ്ലാക്ക് മാജിക്. അയാളിൽ നിന്നും മുതിർന്നു വീണ വാക്കുകൾ കേട്ട് അമ്പരന്ന് നിൽക്കുന്നതിനിടയിൽ ആ റോട്ട് വൈലറുകൾ രണ്ടും അവരെയും കടന്ന് വന്ന വഴിയെ തിരികെ ഓടിപ്പോയി. മിട്ടു, ടിനു, കം ബാക്ക്. സനിക അവയെ തിരികെ വിളിച്ചെങ്കിലും അത് കേൾക്കാത്ത മട്ടിൽ അവ രണ്ടും പുല്ലുകൾക്കിടയിലൂടെ മറഞ്ഞു. വിളിച്ചിട്ട് കാര്യമില്ല, അവ ഭയന്നു പോയിരിക്കുന്നു. അവയുടെ പാലായനത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന മട്ടിൽ സർവമദനൻ പറഞ്ഞെങ്കിലും സനിക ആശങ്കയോടെ തന്റെ നായ്കൾ ഓടിപ്പോയ വഴിയെ നോക്കി നിന്നു. വാച്ച് ഔട്ട്! മദനെ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടാണ് അവൾ വീണ്ടും തിരിഞ്ഞു നോക്കിയത്. പാറക്കെട്ടിന് മുകളിലേക്ക് തെളിഞ്ഞ ടോർച്ചുകളുടെ വെളിച്ചത്തിൽ മുകളിൽ നിന്നിരുന്നവൾ മലക്കം പറഞ്ഞ് താഴേക്ക് ചാടുന്ന കാഴ്ച കണ്ണു ചിമ്മാതെ അവൾ നോക്കി നിന്നു. ഒരു പൂച്ചയുടെ മെയ്വഴക്കത്തോടെ അത്രയും മുകളിൽ നിന്നും കറങ്ങിച്ചാടിയവൾ മദനന് മുന്നിൽ വന്നു നിന്ന് നിലത്തമർന്നിട്ട് അയാൾക്ക് നേരെ കൈവീശി. അവളുടെ കയ്യിൽ ചെറിയൊരു കത്തി ടോർച്ചുകളുടെ വെളിച്ചത്തിൽ മിന്നി. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് മദനൻ പിന്നിലേക്ക് ഒഴിഞ്ഞു മാറിയത്. നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി അയാളുടെ വലത് കാല് നിഷ്ടിക്ക് നേരെ പാഞ്ഞു ചെന്നു. പുറകിലേക്ക് മറിഞ്ഞു ചാടി ഒഴിഞ്ഞു മാറിയ അവൾ പൂർവാധികം കരുത്തോടെ വീണ്ടും മദനന് നേരെ പാഞ്ഞെടുത്തു. തനയെയും അങ്കിത്തും അവൾക്ക് നേരെ തോക്കു ചൂണ്ടിയെങ്കിലും അത് വകവെക്കാതെ അവൾ മദനനെ ആക്രമിച്ചു. വേഗതയുടെ കാര്യത്തിൽ ആരാണ് മുന്നിലെന്ന് കണ്ടുനിന്നവർക്ക് മനസ്സിലായില്ല. അതുപോലെയായിരുന്നു അവരുടെ നീക്കങ്ങൾ. നിഷ്ഠിയുടെ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന മദനൻ പെട്ടെന്നാണ് അവളെ തിരിച്ചാക്രമിച്ചത്. താടിയേലിന് ഇടിയേറ്റ നിഷ്ഠി നിലത്തേക്ക് വീണെങ്കിലും നിലത്ത് കിടന്ന ഉരുണ്ട അവൾ സർവമദനന്റെ കാലുകളിൽ തന്റെ കാലുകളാൽ പൂട്ടിട്ട് അയാളെയും നിലത്തേക്ക് വീഴ്ത്തി. താഴേക്ക് വീണ മദനന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്ന അവൾ രണ്ട് കൈകൾ കൊണ്ടും അയാളുടെ മുഖം മാന്തി പൊളിക്കാൻ ശ്രമിച്ചു. അവളുടെ ആ കൈകളിൽ പിടിച്ച് മാറ്റാൻ മദനൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന തനയെയും അങ്കിത്തും നിഷ്ഠിയെ അയാളുടെ ശരീരത്തിൽ നിന്നും വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവർ രണ്ടുപേരും ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ വന്നതോടെ ദിനൂപും ശ്രാവണിയും കൂടി അവരുടെ സഹായത്തിനായി ഓടിച്ചെന്നു. അതോടെ നിഷ്ഠി വായിൽ വിരൽ വെച്ച് എന്തോ ഒരു ശബ്ദമുണ്ടാക്കി. കാതു തുളഞ്ഞു പോകും പോലെ തോന്നി അവർക്ക്. അവളിൽ നിന്നും പിടിവിട്ട അവർ കാതുകൾ പൊത്തുമ്പോൾ മദനൻ തന്റെ മുഷ്ടി ചുരുട്ടി അവളുടെ കഴുത്തിൽ ശക്തിയോടെ പ്രഹരിച്ചു. പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായതുപോലെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ ചുമച്ചു. ആ തക്കം നോക്കി അവളെ ശരീരത്തിൽ നിന്നും തള്ളിയിട്ട മദനൻ അവളുടെ കൈകൾ പിന്നിലോട്ട് വലിച്ച് പോക്കറ്റിൽ നിന്നും എടുത്ത ചരടുകൊണ്ട് ആ കൈകൾ വരിഞ്ഞു കെട്ടി. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. നിലത്ത് കിടന്ന നിഷ്ഠി അവരെ നോക്കി ഒരു വന്യമൃഗത്തെ പോലെ മുരണ്ടു. അവളുടെ ചുണ്ടുകളെന്തോ മന്ത്രിക്കാൻ തുടങ്ങിയത് കണ്ടതും സർവമദനൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് അവളുടെ മുഖത്തേക്കടിച്ചു. അതോടെ അവൾ ബോധരഹിതയായി. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.